കോട്ടയം നീണ്ടൂരിൽ വാഷിംഗ് മെഷീനിൽ നിന്ന് തീ പടർന്ന് അടുക്കള കത്തി നശിച്ചു. കൈപ്പുഴ സ്വദേശി തങ്കച്ചന്റെ വീടിനാണ് തീ പിടിച്ചത്. ആളപായമില്ല. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. സുനിഷ അയ്യലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, ആളപായമില്ല എന്നൊരു ആശ്വാസമാണ്. പക്ഷെ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്? ഈ വാഷിംഗ് മെഷീനിൽ നിന്ന് എങ്ങനെയാണ് തീ പടർന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? നിലവിൽ മനസ്സിലാക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നതാണ്. നേരത്തെ ഈ പറഞ്ഞതുപോലെ നീണ്ടൂരിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഇന്ന് രാവിലെ ആയിരുന്നു ഈ സംഭവം ഉണ്ടായത്. അതായത് രാവിലെ ഈ അടുക്കള ഭാഗം കത്തി ഈ പുകയും തീയും വരുന്നത് കണ്ടാണ് തൊട്ടടുത്ത വീട്ടുകാർ ശ്രദ്ധിക്കുന്നത്. പിന്നാലെയാണ് ഇത്തരത്തിൽ തീ പടരുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നതും ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നതും. പിന്നാലെ ഫയർഫോഴ്സ് എത്തി തീ അണച്ചതിന് ശേഷമാണ് തീയുടെ കാരണം എന്താണ്, എവിടെ നിന്നാണ് ഈ തീ പടർന്നത് എന്ന് അന്വേഷിക്കുന്നത്. പിന്നാലെയാണ് ഈ വാഷിംഗ് മെഷീനിൽ നിന്നാണ് തീ പടർന്നിട്ടുണ്ടാവുക എന്നൊരു നിഗമനത്തിലേക്ക് എത്തുന്നതും പരിശോധന നടത്തുന്നതും. ഇതിലാണ് ഈ വാഷിംഗ് മെഷീനിൽ ഈ പറഞ്ഞതുപോലെ ഷോർട്ട് സർക്യൂട്ട് കാരണം തീ പടർന്നതായിരിക്കാം എന്നത് തന്നെയാണ് പ്രാഥമികമായ നിഗമനം. ഈ അടുക്കള ഭാഗം പൂർണ്ണമായും കത്തിപ്പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു. അവിടെയുള്ള പല ഉപകരണങ്ങളും കത്തുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തിരുന്നു. കൈപ്പുഴ സ്വദേശിയായ തങ്കച്ചൻ്റെ വീട്ടിലാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. പക്ഷേ ഈ ശ്രുതി പറഞ്ഞതുപോലെ തന്നെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വീട്ടുകാരൊക്കെ പള്ളിയിൽ പോയ സമയമായിരുന്നു. അതുകൊണ്ട് ഈ സമയത്ത് ആരും അവിടെ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് ആളപായമില്ല. മറ്റു വലിയൊരു അപകടം ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നതാണ് ശ്രുതി. സുനിഷ അയ്യലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. കോട്ടയം നീണ്ടൂരിലാണ് വാഷിംഗ് മെഷീനിൽ നിന്ന് തീ പടർന്ന് അടുക്കള കത്തി നശിച്ചത്.